സന്തോഷ് കുമാർ ഇപ്പോൾ ബി.ജെ.പി. പാർട്ടി കൂടി ഈ കുടുംബത്തിൽ വന്നിട്ടുണ്ട് എന്നാണ് ശ്രീ വാഴൂർ പറയുന്നത്. മൊത്തത്തിൽ ഈ കുഞ്ഞിന് നീതി നിഷേധിക്കപ്പെടുമ്പോൾ ഉന്നാവും ഹത്രാസുമെല്ലാം ബി.ജെ.പി. നിരന്തരമായി പഴികിട്ടിരുന്ന ഇടങ്ങളാണ്. അതുപോലെ വണ്ടിപ്പെരിയറായിത്തീരുന്നു എന്നതാണ് കോൺഗ്രസിന്റെ പരിഹാസം. ഈ നമ്മുടെ MLA ബഹുമാന്യനായ ശ്രീ വാഴൂർ സോമൻ സൂചിപ്പിച്ചത് ഈ കുട്ടിയുടെ അദ്ദേഹത്തിൻ്റെ ഒരു മെമ്പറിൻ്റെ കുട്ടി കൂടെയാണ്. എന്നിട്ട് എത്ര ലാഘവ ബുദ്ധി കേരളത്തെ ഞെട്ടിച്ച ഈ സംഭവത്തെ ഇത്ര ലാഘവത്തോടു കൂടി കണ്ട ഒരു MLA നമുക്കെന്ത് പറയാൻ സാധിക്കും? കാരണം ഈ വിഷയത്തിന് നേരത്തെ സൂചിപ്പിച്ചായിരുന്നല്ലോ അദ്ദേഹം പറഞ്ഞത്, അതായത് ജഡ്ജി 3 മാസം മുമ്പ് മാറി. ഒരു കേസിൻ്റെ ആദ്യാവസാനം വരെ ഒരു ജഡ്ജി തന്നെ ഉണ്ടാവുന്ന ഏത് കേസാണ് ഉള്ളത്? അല്ലെ ഒരു ജഡ്ജി മാത്രമേ വാദിക്കാവുള്ളൂ എങ്ങനെയാണ്? ഈ യഥാർത്ഥത്തിലുള്ള റിപ്പോർട്ട് അവിടെ ഉണ്ടെങ്കിൽ വിധി പറയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അനുകൂലമോ പ്രതികൂലമോ ഏത് തരത്തിൽ വിധി അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മുൻപ് വേറെ ജഡ്ജിയാണ് എഴുതിയെന്നും പറഞ്ഞുകൊണ്ട് വിധി മാറേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ വെറുതെ ആടിനെ പട്ടിയാക്കുന്ന സമീപനമാണ്. പിന്നെ മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്, ആദ്യം മുതൽ തന്നെ പ്രതികളെ സംരക്ഷിക്കുന്ന സമീപനവുമായിട്ടാണ് ഇവിടുത്തെ ഇടതുപക്ഷം, അതായത് ഈ CPIയും CPMും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ സൂചിപ്പിക്കാം. അതായത് ഈ കുട്ടിയെ ആശുപത്രിയിൽ കൊണ്ടുവന്ന് പരിശോധന നടത്തിയപ്പോൾ ഇത്തരത്തിൽ സംഭവം നടന്നിട്ടുണ്ട്, അതുകൊണ്ട് പോസ്റ്റ്മോർട്ടം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ്മോർട്ടം നടത്തണ്ട എന്ന് പറഞ്ഞ ഒരു MLA എന്ന് പറയും ഇത്രയും വലിയൊരു കേസിൽ പോസ്റ്റ്മോർട്ടം വേണ്ട എന്ന് പറഞ്ഞെങ്കിൽ അവിടെ തന്നെ ഇവരെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന സമീപനം എടുത്തതുകൊണ്ടല്ലേ. എന്നിട്ട് അന്നത്തെ ഡോക്ടർ ഡോൺ ബോസ്കോ എന്ന് പറയുന്ന ഡോക്ടർ നിർബന്ധം പ്രകടിപ്പിച്ചത് കൊണ്ട് മാത്രമാണ് അവിടെ അന്ന് പോസ്റ്റ്മോർട്ടം നടത്താൻ സാധിച്ചത്. പിന്നെ ഇന്നലെ ഉണ്ടായ വിഷയവുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ, ഇന്നലെ ഈ ഇത്രയധികം, അതായത് CPM ഓഫീസിൻ്റെ തൊട്ടടുത്തും പോലീസ് സ്റ്റേഷൻ്റെ തൊട്ടടുത്തും വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. അവിടെ ഇദ്ദേഹം ആക്രമിക്കാനുള്ള മനോഭാവത്തിലല്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്തിന് കത്തി സൂക്ഷിച്ചിരുന്നു? കത്തിയുമായി വന്ന് ആക്രമിക്കണമെന്നുണ്ടെങ്കിൽ അത് ഇരയുടെ പിതാവിനെയും മുത്തച്ഛനെയും എത്ര പൈശാചികമായി മർദ്ദിച്ചിട്ട് അദ്ദേഹം അഭയം പ്രാപിച്ചത് CPMൻ്റെ ഓഫീസിലാണ് എന്നുള്ള വസ്തുത ബഹുമാനപ്പെട്ട MLA അറിഞ്ഞില്ല എന്ന് പറയുന്നത് തികച്ചും സഖ്യകക്ഷിയെ സഹായിക്കുന്ന നിലപാട് കൊണ്ട് മാത്രമാണ്. കാരണം അദ്ദേഹം 45 വർഷക്കാലമായി പരിചയമുള്ള ഈ വീടുമായി പരിചയമുണ്ടെന്ന് പറഞ്ഞെങ്കിലും അതിൽ കോൺഗ്രസിൻ്റെ കുടുംബമുണ്ട്, BJPയുടെ കുടുംബമുണ്ട്, CPIയുടെ കുടുംബമുണ്ട്, CPMൻ്റെ കുടുംബമുണ്ടെന്നല്ല പറയേണ്ടത്. ആ ഇരയ്ക്ക് എന്ത് നീതി ലഭിക്കുവാൻ വേണ്ടി MLA പ്രവർത്തിച്ചു എന്നാണ് നമുക്കറിയേണ്ടത്. അവിടെ ലഡ്ഡു വിതരണം ചെയ്തു, അതിനെ ചോദ്യം ചെയ്യാൻ പോലും സ്വന്തം ഇപ്പോഴത്തെ അല്ലല്ല ഇപ്പൊ അപ്പീല് പോകുന്നത് ഇവരെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ മുഖം രക്ഷിക്കുവാൻ വേണ്ടി മാത്രമാണ്. അല്ലാതെ അപ്പീല് പോകുന്നതിൽ വലിയ കാര്യമുണ്ടെന്നൊന്നും നമുക്ക് തോന്നില്ല. കാരണം ഈ കുട്ടിക്ക് നീതി ലഭിക്കണം, ആ വീട്ടുകാർക്ക് നീതി ലഭിക്കണം. അവർക്ക് ജീവിക്കുവാൻ പറ്റാത്ത സാഹചര്യമാണ്. അവർ ഭയമുണ്ടായിട്ട് അവർ പല പ്രാവശ്യവും പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ ഭീഷണിയുണ്ടെന്ന് പറഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തു നിന്ന് യാതൊരുവിധ സമീപനവും ഇവർക്ക് അനുകൂലമായ സമീപനവും ഉണ്ടായില്ല. ഇന്നലെ വൈകുന്നേരം ഞാനും അവിടെ ഇന്നലെ വൈകുന്നേരം വരെ പ്രൊട്ടക്ഷൻ കൊടുത്തില്ല. അല്ല ശ്രീ സന്തോഷ് കുമാർ, പെൺകുഞ്ഞിന്റെ കുടുംബം തങ്ങൾക്ക് ബഹുമാനപ്പെട്ട MLA മനസ്സിലാക്കേണ്ട, MLAയുടെ വാർഡിൽ തന്നെയാണ്, വാർഡിനടുത്ത് തന്നെയാണ് ഈ ഇരയുടെ വീടും അവരുടെ മാതാവും കുടുംബങ്ങളും താമസിക്കുന്നത്. അവർക്കൊരു സംരക്ഷണം കൊടുക്കുവാൻ ഈ മണ്ഡലത്തെ പ്രതിനിധാനം ചെയ്യുന്ന MLAക്ക് സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയിൽപ്പെട്ട CPIയുടെയും CPMന്റെയും പാർട്ടിയിലാണല്ലോ ഈ പാതിയും പ്രതിയും ഉള്ളത്, അവർക്ക് പോലും ഞാൻ പറഞ്ഞോട്ടെ, ഒരു സംസ്ഥാനം മുഴുവൻ ഭരിക്കുന്നത് നരേന്ദ്രമോദിയാണ്. ആ സംസ്ഥാനത്തെ കലാപങ്ങൾക്കെല്ലാം ഉത്തരവാദി നരേന്ദ്രമോദിയാണ് എന്ന് നമുക്ക് ബ്ലാങ്ക് ആയിട്ട് പറയാൻ കഴിയില്ലല്ലോ സന്തോഷ് കുമാർ. അതല്ലേ കോടതി MLA ആദ്യം മുതൽ തന്നെ ഈ പ്രതിയെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു. ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പോലീസ് അധികാരികളും ആദ്യം മുതൽ ഈ ഇരയെ സംരക്ഷിക്കാനല്ല, പ്രതിയെ സംരക്ഷിക്കാൻ. പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഞാൻ അതിലേക്ക് തിരിച്ചു വരാം. അതിന് ശ്രീ വാഴൂർ സോമൻ MLAക്ക് മറുപടി പറയാനുണ്ടാവും. പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ MLA സ്വീകരിച്ചു എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് സന്തോഷ് കുമാർ ഉന്നയിച്ചിരിക്കുന്നത്. പ്രതിയെ സംരക്ഷിക്കുന്ന തരത്തിലുള്ള നിലപാടുകൾ MLAയും സർക്കാരും പോലീസും സ്വീകരിച്ചിട്ടുണ്ട് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് സന്തോഷ് കുമാർ. Debate with Arun Kumar.